ഞാന് ഇപ്പോ ജയിലില് നമ്മുടെ ജിസേലും നമ്മുടെ അനുമോളും തമ്മിലുള്ള ഒരു സംഭാഷണം കേട്ടു കേട്ടോ. എനിക്കത് കേട്ടപ്പോ സത്യസന്ധമായിട്ട് പറയാലോ ജിസേല് പറഞ്ഞതിനകത്ത് എന്തോ കുറച്ച് ശരികളുണ്ടെന്ന് എനിക്ക് തോന്നി. അനുമോൾ ആക്ച്വലി ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആയിട്ട് അല്ലെങ്കിൽ ഓവർ റിയാക്ട് ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് അനുമോൾ ഒരു ഫേക്ക് പേഴ്സൺ ആയിട്ടൊന്നും അങ്ങനെ തോന്നിയിട്ടില്ല. ചില വിഷയങ്ങളിൽ അനുമോളുടെ ഇത് കാണുമ്പോൾ ഡ്രാമ പോലെയൊക്കെ തോന്നാം നമുക്ക്. ബട്ട് ചില ആൾക്കാർ അങ്ങനെയുണ്ട്. ഞാൻ എൻ്റെ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ജിസേല് ചോദിച്ച ചില ചോദ്യങ്ങൾ ഇന്നുണ്ടേ അത് ഭയങ്കര വാലിഡ് ആണ്. രണ ഫാത്തിമ അവിടെ ഇരുന്നുകൊണ്ട് പറയുന്നുണ്ട്. അതായത് അനുമോക്ക് പുറത്ത് ഭയങ്കര ഫാൻസ് ആണ്. എങ്ങനെ ആൾക്കാരെ മാനിപ്പുലേറ്റ് ചെയ്ത് കൂടെ നിർത്തണോ എന്തോ എന്ന് റെന ഫാത്തിമ അവിടെ ഇരുന്നുകൊണ്ട് പറയുമ്പോൾ നമ്മുടെ അനുമോള് പറയുന്നുണ്ട് 11 വർഷമായിട്ട് എൻ്റെ കൂടെ പ്രേക്ഷകരുണ്ടെങ്കിൽ ഈ 3 മാസം അവരെൻ്റെ കൂടെ കാണും. ശരിയാണ്, അനുമോള് പറഞ്ഞ ശരിയാണ്. അനുമോളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ ജിസേൽ ഉടനെ തന്നെ പറയുന്നുണ്ട്, ഞാൻ കേരളത്തിൽ പുതിയതാണെങ്കിലും എന്നെയും ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്, എന്നെയും മനസ്സിലാക്കുന്ന ആൾക്കാരുണ്ടാവും. അവർ കാണുന്നുണ്ടല്ലോ. അപ്പോൾ എന്നെ അവർക്ക് നേരത്തെ അറിയില്ലെങ്കിലും ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ അവർ കാണുന്നുണ്ടല്ലോ. അതിൽ അവർക്ക് ശരിയും തെറ്റുമൊക്കെ എന്താണെന്ന് അവർ മനസ്സിലാക്കും. പിന്നെ എനിക്ക് നീ എപ്പോഴും പറയാറുണ്ടല്ലോ, ആര്യൻ്റെ അടുത്ത് നീ പറയുമല്ലോ, നീ ജിസേലിൻ്റെ കൂടെ പൊയ്ക്കോ, ജിസേലിൻ്റെ കൂടെ പൊയ്ക്കോ എന്ന്. നീ എന്തിനാണ് അങ്ങനെ പറയുന്നത്? എനിക്ക് ആര്യൻ നിന്റെ കൂടെ ഫ്രണ്ട് ആയാലോ, ഇനി ഡാറ്റിംഗ് ചെയ്താലോ, നീയും ആര്യനും ഫ്രണ്ട്സ് ആയാലോ ഒന്നും എനിക്ക് ഒരു പ്രശ്നവും ഇല്ലല്ലോ. ഞാൻ എവിടെയും പരാതി പറയുന്നില്ലല്ലോ. പക്ഷെ ആര്യൻ എൻ്റെ കൂടെ വരുമ്പോൾ നിനക്കെന്താണ് പ്രശ്നം? ശൈത്യ എൻ്റെ കൂടെ വന്ന് എന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ നീ ശൈത്യയുടെ കൂടെ പിണങ്ങും. അതെന്തിനാണ് നീ അങ്ങനെ ചെയ്യുന്നത്? നൂറ വന്ന് എന്തെങ്കിലും എൻ്റെ കൂടെ സംസാരിച്ചാൽ ഉടനെ നിനക്ക് നൂറയുടെ അടുത്ത് പോയിട്ട് അത് എന്താണെന്ന് അറിയണം. എന്താണ് അങ്ങനെ നീ ചെയ്യുന്നത്? എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ലല്ലോ. ആര് നിന്റെ അടുത്ത് വന്നാലും എനിക്ക് ഒരു കുഴപ്പമില്ലല്ലോ. നിനക്ക് നിന്റെ ആൾക്കാർ ആരോടും പോയി സംസാരിക്കണ്ട. അതെന്താ അങ്ങനെ എന്ന് നമ്മുടെ ജിസയിൽ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഭയങ്കര ജെന്യൂനായിട്ട് എനിക്ക് തോന്നി. ആ ചോദ്യങ്ങൾ വളരെ പ്രസക്തമാണ്. എനിക്ക് തോന്നുന്നില്ല ഈ കഥയിൽ ജിസയിൽ ഒരു വില്ലത്തിയാണെന്ന്. ഒരിക്കലും എനിക്ക് അങ്ങനെ തോന്നുന്നില്ല ഇപ്പോൾ. ഓക്കെ, അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ കരുതുന്നില്ല അനുമോളും ഒരു വില്ലത്തിയാണെന്ന്. ഓക്കെ, സാഹചര്യങ്ങൾ കൊണ്ട് ഇവരിങ്ങനെയൊക്കെ ആയി പോയതാണ്. ഇവർ തമ്മിലുള്ള ഒരു ശത്രുത എന്തൊക്കെയോ തെറ്റിദ്ധാരണകളുടെ പുറത്ത് അവിടെ രൂപപ്പെട്ടു. അത് തുടരുകയുമാണ്. അത് അവസാനിക്കുമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ മനഃപൂർവ്വം ഇവർ രണ്ടുപേരും വില്ലന്മാരായിട്ട് മാറിയതല്ല. സാഹചര്യങ്ങൾ കൊണ്ടാണ് അവരങ്ങനെ ആയി മാറുന്നത്. വില്ലനോ നായകനോ നായികയോ ഒക്കെ ആയിട്ട് അല്ലേ? അപ്പോൾ എന്തായാലും എന്തോ എനിക്ക് ഇതിനകത്ത് ജിസേൽ ചോദിച്ച ചോദ്യങ്ങൾ കുറച്ച് വാലിഡ് ആയിട്ട് തോന്നി. അനുമോള് കുറച്ച് പൊസസീവാണ്. ശരിയാണ്, ജിസേലിന് ആ പ്രശ്നങ്ങളൊന്നും ഇല്ലതാനും. അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഇരിക്കുന്നത്. കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും